Namaskaram and good evening. ഞാൻ സാധാരണ എവിടെയും അങ്ങനെ ലേറ്റായിട്ട് പോകുന്ന ഒരാളല്ല. ഐ ബിലീവ് ഇൻ പങ്ക്ച്വാലിറ്റി. പക്ഷെ ഇന്ന് വരുന്ന വഴിക്ക് ലിറ്ററലി വഴി തെറ്റി. കാരണം ഞാൻ ഇവിടെയാണ് ഈ ആശ്രമം എന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ ആലുവ വഴി കറങ്ങിയാണ് വന്നത്, അതുകൊണ്ട് കുറച്ച് വൈകി. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ആസ് ഐ വാക്ക്ഡ് ഇൻ അസാധ്യ ഒരു മഴയായിരുന്നു. അത് പ്രപഞ്ചം, ഈശ്വരൻ നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് ബ്ലെസ് ചെയ്തതുപോലെ എനിക്ക് തോന്നി. സോ ഐ വാസ് ഡീപ്ലി ബ്ലെസ്ഡ്. ആ സമയത്ത് ഐ ഫെൽറ്റ് വെരി ബ്ലെസ്ഡ്. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് ഈ പ്രോഗ്രാം വളരെയധികം എലിവേറ്റഡ് ആയിട്ടിരിക്കുന്നത് ഈ രണ്ട് പേരുടെ പാട്ടുകൾ കാരണമാണ്. അപ്പോൾ സ്റ്റാൻലി അച്ഛനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും പാലാരിവട്ടംകാരനാണ്. അപ്പോൾ ഐ ഹാവ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് വെൻ ഞാൻ താമസിക്കുന്ന സൗത്ത് ജനത റോഡിലാണ്. സോ നിങ്ങളുടെ ഇടവകയിൽ ചിലപ്പോൾ ഞാൻ പെടുന്നുണ്ടാവുമായിരിക്കും. യു സാങ് വെരി വെൽ. അതൊരു വളരെ എലിവേറ്റഡ് ഫീലിംഗ് ആയിരുന്നു. പക്ഷേ നിങ്ങൾ ഈ കുട്ടികളുടെ മുമ്പിൽ ഒന്നും അല്ലായിരുന്നു. Okay, they can't follow Malayalam, is it? Okay. You can follow English, right? Fantastic. What else can I say? But what I was finding very partly amusing and partly elevation was the way Father Jacob was singing along with you. ഓഡിയൻസിൽ ആരും ഫാദറിനെ കണ്ടില്ല. യു മിസ്ഡ് ഇറ്റ്. വളരെ ആനിമേറ്റഡ് ആയിട്ട്, വളരെ എക്സൈറ്റഡ് ആയിട്ട് ഫാദർ ഇങ്ങനെ പാടുകയായിരുന്നു, കൈയൊക്കെ കാണിച്ചും. ഹി വാസ് ആക്ച്വലി ഗൈഡിങ് ദീസ് ചിൽഡ്രൻ ആൻഡ് വെർച്വലി കണ്ടക്ടിങ് ദി സോങ്. ദാറ്റ് ഇസ് എ ഫാന്റാസ്റ്റിക് ഫീലിംഗ്. ആൻഡ് ഗേൾസ്, യു ഹാവ് റിയലി മേഡ് us very proud of you. What I'm going to say possibly is more relevant to you also, but then I'll prefer to speak in Malayalam. I'll go slow. I hope you can pick up as we go along. എന്നെ ഈ സദസ്സിലേക്ക് വിളിച്ചത് സാറാണ്, സീനിയർ കൗൺസിലാണ്. അദ്ദേഹമാണ് എന്നെ ചേംബറിൽ വന്നിട്ട് സാറാണ് എന്നെ വിളിക്കുന്നത്. പക്ഷേ സാർ എന്നെ ഇത്രയും വലിയൊരു മാജിക്കൽ പ്ലേസിലേക്കാണ് കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ദിസ് ഇസ് ട്രൂലി മാജിക് വാട്ട് ഐ സീ. നമ്മളെപ്പോഴും പറയും അമ്പലമെന്നോ പള്ളിയെന്നോ മോസ്കെന്നോ വിളിക്കുന്നത് ഏറ്റവും അധികം നന്മകളും ഏറ്റവും അധികം സത്യങ്ങളുമുള്ളൊരു സ്ഥലമാണ്. അവിടെയാണ്, എവിടെയൊക്കെ നന്മയും സത്യവും ഉണ്ടോ, അത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടോ, അതാണൊരു ആരാധനാലയം അല്ലെങ്കിൽ ദൈവ ഒരു സന്നിധി എന്ന് പറയുന്നത്. എനിക്കിവിടെ കയറി വന്ന സമയത്ത് ഐ വാസ് ഗെറ്റിംഗ് ദാറ്റ് ഫീലിംഗ് ഓഫ് പ്യുവർ ബ്ലിസ് ആൻഡ് പ്യുവർ ഡിവിനിറ്റി. സോ ദിസ് ഈസ് എ മാജിക്കൽ പ്ലേസ്. ഞാൻ 57 കൊല്ലം എറണാകുളത്ത് ജീവിച്ചിട്ട് ഞാൻ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. ഇറ്റ് ടുക്ക് മീ 57 years to reach here. So thank you sir for giving me this wonderful opportunity. സാർ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ എത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് സാധാരണ നമ്മൾ വരുന്ന ഒരു സ്ഥലമല്ല. എനിക്ക് തിരുമേനിമാരുടെ മുമ്പിലും അച്ഛന്മാരുടെ മുമ്പിലൊക്കെ പ്രഭാഷണം നടത്താൻ ഞാൻ ഒട്ടും പ്രാപ്തനുമല്ല. എനിക്കതിനുള്ള ധൈര്യവും സത്യം പറഞ്ഞാൽ ഇല്ല. I feel very small today. I feel small in front of these girls also. They are all so higher than us. They are touched by Lord. The God is with you all the time. അപ്പോൾ നമ്മൾ ഗോഡ് എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആയിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുക. കാരണം സ്പിരിച്വലിസം അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുന്നത് ഒരു ഡീപ്ലി പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. വാട്ട് ഈസ് ഗോഡ് ടു മീ നിങ്ങൾക്ക് ഗോഡ് ആവണം എന്നില്ല. വാട്ട് ഈസ് ഗോഡ് ടു യു മേ നോട്ട് ബി ഗോഡ് ടു മീ. അതൊരു ഡീപ്ലി പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്കൊരു വന്നു കയറിയപ്പോൾ ഞാൻ കണ്ടത് ഡോക്ടറിനെയാണ്. ഡോക്ടർ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ നമ്മുടെ ഹൈക്കോടതിയിൽ വന്നിരുന്നു. അന്ന് ആസ് എ ഫോർമോസ്റ്റ് ഓൺകോളജിസ്റ്റ് ഡോക്ടർ പറഞ്ഞത്, അന്ന് സൂംബ ഡാൻസിങ് വഴി മനസ്സിൻ്റെ സംഘർഷം താഴ്ത്തി നിർത്തിയാൽ നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയും. കാരണം ക്യാൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെസ്പോൺസ് ദാറ്റ് ദ ബോഡി ഹാസ് ടു ഡീപ്ലി അൺനെർവിങ് സിറ്റുവേഷൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ജീവിതത്തിൽ
നമ്മളൊരു കണ്ടിന്യൂവസ് സംഘർഷമാണോ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്നൊരു ചോദ്യം ചിലപ്പോൾ നമുക്ക് ഉണ്ടാവുമായിരിക്കും. ചെറുതും വലുതുമായിട്ട്. അത് സത്യം പറഞ്ഞാൽ അത് സംഘർഷമാണോ, അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു സമയം നമ്മൾ മറന്നുപോകും. അപ്പം നമുക്ക് ഇൻഡിവിജ്വലി ആയിട്ടുള്ള ചില ഇഷ്യൂസ് വന്നു കഴിയുമ്പോൾ അത് ചെറുതാവാം വലുതാവാം, അത് എഗെയിൻ സബ്ജക്റ്റീവാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് വലുതെന്ന് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ട്രിവിയൽ ആയിരിക്കും, നിങ്ങൾക്ക് വലുതെന്ന് തോന്നുന്നത് ചിലപ്പോൾ എനിക്ക് ഒന്നുമല്ലായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഒരു സബ്ജക്റ്റീവ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സംഘർഷമാണ് ഈ ജീവിതം എന്ന് പറഞ്ഞ് സാധാരണ നമ്മൾ കാണും. ഇതില്ലാത്തവരില്ലല്ലോ. എല്ലാ മോമെൻറ്റിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ എന്താണ് ജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ആൻസർ കൊടുക്കാനും നമുക്ക് കണ്ടുപോകാനും ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തിരുമേനിമാരുടെ മുമ്പിലും അച്ഛന്മാരുടെ മുമ്പിലും അവരുടെ ജീവിതം എന്താണെന്നും അതിനെ ഏത് രീതിയിൽ ജീവിക്കണമെന്നും നമുക്ക് പറഞ്ഞു തരുന്നവരുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത്, നമ്മൾ ആരാധിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കരുണ, ഒന്ന് സ്നേഹം. ഇത് തന്നെയാണ് ജീവിതമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ഒരു ഡീപ്ലി കമ്മ്യൂണൽ ഒരു ബീയിങ് ആണ്. വി ആർ എ സോഷ്യൽ ആനിമൽ എന്നാണ് പിള്ളേരൊക്കെ പഠിപ്പിക്കുമ്പോൾ അവരെ പഠിപ്പിക്കുക. പഴയ ജോൺ ടോഡ് എന്ന് പറയുന്ന പോയറ്റ് പറഞ്ഞതുപോലെ, നോ മാൻ ഈസ് എൻ ഐലൻഡ്. ഈ ലോകത്ത് എല്ലാവരും വാനിഷ് ചെയ്ത് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല, ഞാൻ പെരിഷ് ചെയ്ത് പോകും, പെട്ടെന്ന് തീരും. അപ്പോൾ നമ്മളൊരു സോഷ്യൽ ആനിമലാണ്. പക്ഷേ ഈ സോഷ്യൽ ആനിമലായിട്ട് ജീവിക്കുന്ന സമയത്ത് നമുക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലുള്ളൊരു ആവറിസ് എന്ന് പറയുന്ന സാധനം, ഗ്രീഡ്, നമ്മുടെ ഉള്ളിലുള്ളൊരു സെൽഫിഷ്നെസ്, അത് മിക്കവാറും സമയങ്ങളിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഓവർ പവർ ചെയ്തുകൊണ്ടിരിക്കും. മഹാത്മജി പറഞ്ഞതുപോലെ, ദർ ഇസ് ഇനഫ് ഇൻ ദിസ് വേൾഡ് to feed the need of everyone, but not enough to feed the greed of a few എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഫേമസ് കൊട്ടേഷനാണ്, ഇൻജസ്റ്റിസ് സംവെയർ ഇസ് ഇൻജസ്റ്റിസ് എവ്രിവെയർ. അപ്പോൾ നമ്മുടെ ചുറ്റും തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, നമ്മൾ ദൂരെ ഒന്നും ട്രാവൽ ചെയ്യാം, നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുനിന്ന് അന്വേഷിച്ച് നോക്കൂ, യു വിൽ ഫൈൻഡ് മിസറി. കണ്ടമാനം ആൾക്കാർ പലതും സഹിച്ചുകൊണ്ട് ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നമ്മളത് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ ചെയ്യാറുണ്ടാവില്ലായിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതമായിട്ട്, നമ്മുടെ കുട്ടികളുടെയോ നമ്മുടെ ഫാമിലിയുടെയോ ജീവിതങ്ങളായിട്ട് നമ്മൾ വളരെ ഇൻവോൾവ് ആയിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ മറ്റൊന്നും നമ്മൾ ചിന്തിക്കാൻ, അല്ലെങ്കിൽ ഞാൻ എന്തിന് ഇതിൽ ഇറങ്ങി പുറപ്പെടണം എന്ന് വിചാരിക്കുന്ന ഒരു സാധാരണ സാഹചര്യമാണ് നമ്മളെപ്പോഴും കാണും. ഇതിപ്പോൾ മനുഷ്യനാണത്, മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. യു കാൺ ചേഞ്ച് ദാറ്റ് വെരി ഈസിലി. പക്ഷേ ഇൻഡിവിജ്വലി നമ്മളൊരു ഫുൾഫിൽമെൻറ്റ് കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ ദിസ് ഇസ് ഒരു ഡിഫറെൻറ്റ് വേൾഡാണ്, വേർ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്ന ഒരു കാലത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ നടന്നൊരു കാര്യം നാളെ രാവിലത്തെ ന്യൂസ് പേപ്പറിൽ വരുമ്പോൾ പോലും അത് ഓൾഡ് ന്യൂസാണ്. ബിക്കോസ് ആ കാര്യം നടക്കുന്ന അതേ സമയത്ത് ഡിവൈസസിലും ഫോൺസിലുമൊക്കെ അത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശരിയായ വേർഷനും ഉണ്ടാവും, ഡിസ്റ്റോർട്ടഡ് വേർഷനും ഉണ്ടാവും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ കാലിക്കറ്റിൽ പോയി പ്രസ് ക്ലബ്ബിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ കാലം സിന്തറ്റിക് പ്രസ് വരുന്നൊരു കാലമാണെന്ന് പറഞ്ഞു. അത് പ്രസ്സല്ല, നമ്മൾ സിന്തറ്റിക് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത് പോലെ പ്രസ് വേറൊരു ഫോമിലേക്ക് മാറി ഇൻഫർമേഷൻ ചുമ്മാ പടച്ചുവിടുന്ന ഒരു സിന്തറ്റിക് പ്രസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിനെ പറ്റി ഞാൻ അവരെ വാൺ ചെയ്തിരുന്നു. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ഇൻഫർമേഷൻ ഓവർലോഡ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ജീവിതം ജീവിക്കുന്ന സമയത്ത് യു ആർ ടു എൻഗ്രോസ്ഡ് അബൌട്ട് അവർ സെൽസ്. ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഈ സമയത്ത് ഒരു 6 മണി സമയത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അത് ടയറിംഗ് ആയിട്ട് തോന്നും, ചിലപ്പോൾ ബോറടി ആയിട്ട് തോന്നുമായിരിക്കും. ബട്ട് ദ ഫാക്ട് റിമെയിൻസ്, ദ മോർ യു ലിവ് ഫോർ യുവർ സെൽഫ്, നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുന്നത് എത്ര നമ്മൾ മുന്നോട്ട് പോകുന്നോ അത്രയും നമ്മൾ ജീവിതത്തിൽ തോക്കാൻ തുടങ്ങും. ഇതൊന്ന് സ്മോളായിട്ട് വളരെ ചെറുതായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. നമുക്കൊരാളെ കാണുന്ന സമയത്ത് ഒരാൾ ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് ചിരി വരികയും ഒരാൾ കരയുന്നത് കാണുമ്പോൾ നമുക്ക് കണ്ണീര് വരികയും ചെയ്യുന്നതാണ് ശരിക്കും ഹ്യൂമനിസം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. നമ്മളിൽ ഉള്ളിൽ ഓരോരുത്തരിലും പോകുന്ന ഒരേ എനർജിയാണ്. ഇറ്റ് ഈസ് നോ ഡിഫറൻസ് ഇൻ ദി എനർജി. ആ എനർജീനെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല, റേസ് ഇല്ല, ടെറിട്ടറീസ് ഇല്ല, ഒന്നുമില്ല. ഇറ്റ്സ് എ സെയിം എനർജി. ആ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അതാണ് നമ്മൾ ഈശ്വരനായിട്ട് നമ്മൾ കാണുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു പള്ളിനകത്തോ ഒരു അമ്പലത്തിനകത്തോ ഒരു മോസ്കിനകത്തോ ഇരിക്കുന്ന ഒരു പ്രതിഭാസമല്ല.
ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളാണ്, നമ്മുടെ ഉള്ളിലാണ്. നമുക്ക് ഈശ്വരനെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ലൈഫിലെ ഏറ്റവും വലിയ ചാലഞ്ച്. ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. അപ്പോൾ ഈശ്വരനില്ല അല്ലെങ്കിൽ വിശ്വാസം വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ, അവർ പോലും സത്യം പറഞ്ഞാൽ അവരറിയാതെ അവർ വിശ്വാസിയുമാണ്, അവരുടെ ഉള്ളിൽ ഈശ്വരനുണ്ട്. അപ്പോൾ ഈശ്വരൻ വേണ്ട എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ വേണ്ടാന്ന് എങ്ങനെ പറയും? ആ ഈശ്വരൻ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളില്ല. വി ആർ ഫിനിഷ്ഡ്, വി ആർ സിംപ്ലി ഇഫേസ്ഡ്. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന നമ്മുടെ ആ ചൈതന്യം, അതൊരു കോസ്മിക്, ഇറ്റ് ഇസ് എ കോസ്മിക് ഫോഴ്സ് that transcends all beings and then pervades and permeates in every one of us. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ഇവിടെ ഇരിക്കുന്ന എന്നെപ്പോലത്തെ വയസ്സന്മാർ മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ല ഞാൻ സംസാരിക്കുന്നത്. വി ആർ ഇൻ എ ഡിഫറെൻറ്റ് വേൾഡ്, വളരെ ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡാണ്. അത് ഇനിയുള്ള കാലങ്ങളിലും ആ വേൾഡ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് കുട്ടികളോടാണ് നമ്മൾ ഈ ഡയലോഗ് നമ്മൾ തുടങ്ങേണ്ടത്. വി മസ്റ്റ് ബി ഏബിൾ ടു സ്പീക്ക് ടു ദ ചിൽഡ്രൻ, മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദിസ്. കാരണം അവർ ചുറ്റും കാണുന്നത് അവരുടെ ഒരു പ്രിസമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, പേപ്പർ എടുത്താൽ അല്ലെങ്കിൽ ടെലിവിഷൻ നോക്കിയാൽ, അവിടെ ഇവിടെ അടി, അവിടെ ബഹളം, ഇവിടെ സ്ട്രൈഫ്, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറച്ചിൽ. ഒരു പബ്ലിക് ഡൊമൈനിൽ നമുക്കൊരു എന്താ പറയുക, ഡീസൻ്റ് ആയിട്ടുള്ളൊരു എക്സ്ചേഞ്ച് നമ്മൾ കാണുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത് സത്യം പറഞ്ഞാൽ വളരെ റെലവൻ്റായി മാറും. പ്ലീസ് സീ അറൗണ്ട് യു. നമ്മൾ ഓരോ ന്യൂസും, ഞാനൊക്കെ സത്യം പറഞ്ഞ ന്യൂസ് കേട്ടിട്ടും വായിച്ചിട്ടും കുറേ ദിവസങ്ങളായി കഴിഞ്ഞു. അപ്പം ന്യൂസ് എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന ഒപ്പീനിയൻസാണ്. ഒപ്പീനിയൻസ് നമ്മുടെ മേത്ത് വരുന്നത് വളരെ നെഗറ്റീവാണ്. കാരണം അതെന്താ അറിയോ, നമുക്ക് കേൾക്കേണ്ടത് സ്കാൻഡൽസാണ്, നമുക്ക് സത്യമല്ല കേൾക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ അവർക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ സ്കാൻഡൽസ് വരണം. അപ്പോൾ സത്യം പറഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കില്ല. വളരെ സ്കാൻഡലസ് ആയിട്ട് ഒരാളെ പറ്റി ഒരാൾ ഇന്നത് ചെയ്തു, ഒരു സ്ത്രീയായിട്ട് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ന്യൂസായി മാറുകയാണ്. അത് നമ്മുടെ അറ്റൻഷൻ അവർക്ക് സബ്വേഴ്സീവ് എന്ന് പറയും. സബ്വേഴ്സീവ് ന്യൂസാണ് നമ്മളെ പിടിച്ച് നമ്മളെ ട്രാപ്പ് ചെയ്യുന്നത്. പക്ഷേ അത് പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞുതരാം. ഇതാണ് ശരി, ഇതാണ് ജീവിതമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനറേഷനിലേക്ക് വന്നു കഴിഞ്ഞു. അവരുടെ ഡിവൈസസിൽ കാണുന്നത്, അവരുടെ ഇൻസ്റ്റഗ്രാംസ് ഓർ വാട്സപ്പ്, whatever, Facebook, whatever they call it, I am not in any of this. അതിൽ കാണുന്നതാണ് സത്യമെന്നും അതിൽ പറയുന്നതാണ് ശരിയെന്നും വിശ്വസിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം നമ്മുടെ റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷൻ കുട്ടികളെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പറയും അവരൊക്കെ മോശം, അവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, അങ്ങനെ ഇങ്ങനെ. കുട്ടികൾക്ക് ടീച്ചർമാരോട് അവർക്ക് റെഫറൻസ് ഇല്ല, പേരൻസിനോട് അവർ പറഞ്ഞാൽ കേൾക്കില്ല. നമ്മളൊന്ന് ചിന്തിക്കൂ, ഇവിടെ ഇരിക്കുന്ന സീനിയേഴ്സ് ഒന്ന് ചിന്തിക്കൂ, ഇതിൻ്റെ കാരണക്കാരാരാണ്? നമ്മളാണ്. വി ഡിഡ് നോട്ട് ബ്രിങ് അപ്പ് ദിസ് ജനറേഷൻ വെൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. എന്തുകൊണ്ടാണ്? നമ്മളെ വളർത്തിയ ഒരു ജനറേഷൻ നമുക്ക് വേണ്ടി എടുത്ത കമ്മിറ്റ്മെൻറ്റ്, നമുക്ക് വേണ്ടി നമുക്ക് തന്ന സമയം, നമുക്ക് വേണ്ടി അവരുടെ ജീവിതം തന്നെ തന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ, അതായത് ഈ ജനറേഷൻ, ഇപ്പോൾ നടക്കുന്ന ജനറേഷൻ തൊട്ട് മുമ്പിലുള്ള ദ പേരൻറ്റ് ജനറേഷൻ, അവർ ഹാവ് ദേ ഡൺ ഇനഫ്? അതിൽ ഞാനും പെടും. ഹാവ് വി ഡൺ ഇനഫ് എന്ന ചോദ്യം എപ്പോഴും പ്രസക്തമാണ്. അത് നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. എവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടു, ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയായിരുന്നു, ഒരു 2-3 കപ്പിൾസ്. അവർ വളരെ ആനിമേറ്റഡായിട്ട് സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. അവർക്ക് ഓരോരുത്തർക്കും 1-2 കുട്ടികളെ ഞാൻ കണ്ടു. അവരെല്ലാവരും അടുത്ത ടേബിളിൽ ഇരിക്കുകയാണ്. എവ്രി വൺ ഓഫ് ദം ഹാസ് എ മൊബൈൽ. ഇങ്ങനെ തുറന്നു വെച്ച് കാർട്ടൂണാണോ, എല്ലാം ചെറിയ കുട്ടികളെ, ഞാൻ പറയുന്നത് 3-4 വയസ്സുള്ള പിള്ളേരാണ്. അവർ ആ എൽഡേഴ്സിൻ്റെ ആ ഒരു ഇതിൽ ഒട്ടും ഇൻവോൾവ് ആവാതെ അവർ മറ്റൊരു സീറ്റിലിരുന്നു കൊണ്ട് ദേ ആർ വെർച്വലി ലുക്കിംഗ് അറ്റ് ദി മൊബൈൽ. അവർ കാർട്ടൂൺസ് കണ്ടുകൊണ്ട് അവർ വേറൊരു ലോകത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്താ ചെയ്യുന്നത്? കുട്ടി മിണ്ടാതിരിക്കാൻ വേണ്ടി മൊബൈൽ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഡിവൈസസ് കൊടുക്കുകയാണ്. അവർ പേരൻസ് ഡിഡ്ന്റ് ഹാവ് ദാറ്റ്. അത് നന്നായി, ബിക്കോസ് വി വർ നോട്ട് ലൈക്ക് ദാറ്റ്. ആ ഒരു വ്യത്യാസം നമ്മൾ എപ്പോഴും കാണണം. ഇറ്റ്സ് എ ചേഞ്ചിങ് വേൾഡ്. നമ്മൾ പണ്ട് പറയും ജനറേഷൻസ് മാറുന്നത് 20-25 കൊല്ലത്തിലാണ്. ഇന്ന് ജനറേഷൻസ് മാറുന്നത് ഇയേഴ്സിലാണ്, 2, 3, 4 കൊല്ലത്തിലാണ്. 3-4 കൊല്ലം കൊണ്ട് നമ്മൾ കാണുന്ന ജീവിതം കംപ്ലീറ്റ്ലി മാറുകയാണ്, ലോകം തന്നെ മാറുകയാണ്. സോ ജനറേഷണൽ ഷിഫ്റ്റ് എന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെയധികം മാറുകയാണ്. പക്ഷേ ഹ്യൂമൻ ബീയിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലത് എല്ലാ കാലത്തും റെലവൻ്റാണ്. ഓണസ്റ്റി, ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കുട്ടിയോട് പറയുകയാണ് യു ഷുഡ് ലേൺ ടു ബി ഓണസ്റ്റ്, യു ഷുഡ് ലേൺ ടു ബി വെർച്വസ്, യു ഷുഡ് ലേൺ ടു ബി റൈറ്റിയസ് എന്ന് നമ്മൾ പറയുമ്പോൾ പല കുട്ടികളും നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? ഇതൊക്കെ ഓൾഡ് ഫാഷൻ വേർഡ്സ് അല്ലെന്നാണ് ചോദിക്കുന്നത്. നോട്ട് റിയലി. ഹ്യൂമൻ ബീയിങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ദീസ് ആർ ദ കോർണർ സ്റ്റോൺസ് ഓഫ് എവറി ലൈഫ്. ഇതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. സത്യമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. മറ്റൊരാളെ വിതൗട്ട് കെയറിങ് ഫോർ അനദർ യു കനോട്ട് ലിവ്. നമ്മുടെ തോട്ട്സ് പ്യുവർ ആക്കണം. ഇപ്പോൾ ഞാനിരിക്കുന്ന ജോലി
ഐ എം റിയലി ബ്ലെസ്ഡ് ടു ബി വാട്ട് ഐ എം ഡൂയിങ് നൗ. കാരണം ഞാനിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് സാധാരണ ജഡ്ജിങ് എന്ന് നമ്മൾ പറയുന്നത് ഈശ്വരൻ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് മനുഷ്യന്മാർക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ സാറിനൊക്കെ അറിയുന്നുണ്ടാവും, സീനിയർ കൗൺസിൽസിനൊക്കെ അറിയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് വി ഡോണ്ട് ജഡ്ജ് പീപ്പിൾ, അത് ഈശ്വരൻ ചെയ്യേണ്ടതാണ്. വി ഡോണ്ട് ജഡ്ജ് പീപ്പിൾ. ഇവിടെ ഇരിക്കുന്ന ഒരാളെയും ഞാൻ നല്ലതാണോ ചീത്തയാണോ, അദ്ദേഹം നല്ലതാണ് ഇദ്ദേഹം ചീത്തയാണെന്ന് പറയാൻ ഞാൻ ആരുമല്ല. ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഐ എം എക്സ്പെക്റ്റഡ് ടു ഡു. ഐ എം ടു ജഡ്ജ് ഓൺലി ആക്ഷൻസ്. അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു ബ്ലെസ്ഡ് എന്ന് ഞാൻ പറയാൻ കാരണം ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഉദ്യമം അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിയോണ്ട് അസ്. എൻ്റെ കാര്യങ്ങളല്ല. എൻ്റെ മുമ്പിൽ വരുന്ന ഒരു ഡിസ്പ്യൂട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അല്ല. ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദ ഡിസ്പ്യൂട്ട്. ആ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ, നമ്മൾ വിശ്വസിക്കുന്ന ഗോഡ് എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രതിഭാസം നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ടു ഫൈൻഡ് പീസ്. അപ്പോൾ ഞാൻ ലിറ്റിഗേഷൻ നടക്കുന്ന സമയത്ത് പലപ്പോഴും പറയും, സാറിനൊക്കെ അറിയുന്നുണ്ടാവും, എൻ്റെ മുമ്പിൽ സാറൊക്കെ ഇടയ്ക്ക് എപ്പിയിരുന്ന സമയത്ത് ഞാനിത് വായ തോരാതെ കോടതിയിൽ പറയുന്ന കാര്യങ്ങളാണ്. എല്ലാ ലിറ്റിഗേഷനും ഏത് കേസ് അത് എൻഡ് ചെയ്യുന്നത് ഒരാളുടെ ജയത്തിലോ ഒരാളുടെ തോൽവിയിലോ ആണ്. ഒരു സൈഡിന് ബിറ്റർനെസ് ഉറപ്പാണ്. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. ബിക്കോസ് ലിറ്റിഗേഷൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ആ കേസ് നടത്തുന്ന രണ്ട് പേരും വിശ്വസിക്കുന്നത് അവർ രണ്ടുപേരും ശരിയെന്നാണ്. ഇൻഫ്ലെക്സിബിളി ദേ ബിലീവ് സോ. അപ്പോൾ കേസ് അവർ തോറ്റു കഴിഞ്ഞാൽ അവരെന്താ പറയുക? ജഡ്ജ് ഇസ് കറപ്റ്റ്, സിസ്റ്റം ഈസ് ബാഡ്, ലോയർ ഇസ് ബാഡ്, ഐ ഡിഡ് നോട്ട് ഗെറ്റ് മൈ ജസ്റ്റിസ്. അപ്പോൾ എത്ര ലെവൽ അപ്പീൽസ് പോയി കഴിഞ്ഞാൽ പോലും ആൾക്കാർ എന്താ പറയുക? എനിക്ക് ശരിയല്ല. സുപ്രീം കോർട്ട് വരെ പോയി തോറ്റു കഴിയുമ്പോൾ ആ ബിറ്റർനെസ് വല്ലാതെ കൂടും. അപ്പോഴേക്കും എന്ത് പറ്റും? പൈസ മാത്രമല്ല, അവരുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഞങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നത് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ. അത് എല്ലാ കേസിലും സാധിക്കുന്നതല്ല പറയുന്നത്. വളരെ ചെറിയ നമ്പർ ഓഫ് കേസസിൽ നമുക്കത് സാധിക്കും. പക്ഷേ അത് സാധിക്കുന്ന സമയത്ത് അതിനൊരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഒരു എഫേർട്ട് വേണം. ലോയേഴ്സ് ഹെൽപ്പ് ചെയ്യണം, സിസ്റ്റംസ് ഹെൽപ്പ് ചെയ്യണം, ക്ലയൻസ് അവരെ മൈൻഡ് തുറക്കണം. അവിടെ നമുക്ക് ചെയ്യണമെങ്കിൽ ആ പ്യൂരിറ്റി ഓഫ് മൈൻഡിനെ നമ്മൾ ടാപ്പ് ചെയ്യേണ്ടി വരും. എവ്രി ഹ്യൂമൻ ബീയിങ് ഈസ് ഇൻഹെറൻ്റ്ലി ഗുഡ്. നമ്മൾ ജനിക്കുന്ന കുട്ടികളിൽ നോക്കൂ, പ്യൂരിറ്റിയാണ്, ഈശ്വരനാണ്. ഇറ്റ് ഈസ് ആസ് യു ഗ്രോ ഓൾഡർ, നമ്മൾ റോളിംഗ് സ്റ്റോൺ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരുമ്പോഴാണ് നമ്മൾ ഗ്യാദർ ചെയ്യാൻ തുടങ്ങും. അത് മുഴുവനാണ് നമ്മൾ ആ ഒരു പ്രായത്തിൽ നമ്മുടെ ഉള്ളിലേക്കുള്ള മാനിഫെസ്റ്റേഷൻ വരുന്നത്. സോ നമ്മൾ ചെയ്യുന്നത് സാധാരണ വി ലുക്ക് ഔട്ട് ഫോർ ദാറ്റ് പ്യുവർ സോൾ വിതിൻ എവറി ഹ്യൂമൻ ബീയിങ്. ദ സോൾ ഇസ് പ്യുവർ ബിക്കോസ് ദ സോൾ ഇസ് ഗോഡ്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ബട്ട് വി ഫൊർഗെറ്റ് ദാറ്റ്. വി ബിലീവ് ദാറ്റ് ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് നമ്മൾ ഈശ്വരനാണ് നമുക്ക് തോന്നാൻ തുടങ്ങും. വി ആർ ദി ബിഗിനിങ് ആൻഡ് ദി എൻഡ് ഓഫ് എവറിഥിങ്. അവിടെയാണ് ഈ ആരഗൻസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ വരും. ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ചുറ്റും നോക്കാൻ പറഞ്ഞത്, യു ഫൈൻഡ് എ ലോട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, യു ഫൈൻഡ് എ ലോട്ട് ഓഫ് മിസറി. ഇത് നമ്മൾ കാണുന്നില്ല, കാരണം നമ്മുടെ ജീവിതത്തിന് അത് എഫക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ അതിലേക്ക് ഇറങ്ങി പുറപ്പെടുള്ളൂ. ഇതിന് ഞാൻ പറയുന്നത് ഒരു കളക്റ്റീവ് ആക്ഷൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല പറയുന്നത്. ഇറ്റ് ഈസ് ടു കീപ് യുവർ മൈൻഡ് ഓപ്പൺ, ടു ലുക്ക് ഔട്ട് ഫോർ സംബഡി എൽസ് ഹൂ ഇസ് യുവർ ബ്രദർ ആൻഡ് സിസ്റ്റർ. എവറി ഹ്യൂമൻ ബീയിങ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗമാണ്. അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ട്രഗിൾസ് കുറയും മനസ്സിൽ. നമുക്ക് ഡെയിലി വരുന്ന പല പ്രശ്നങ്ങളും അവിടെ ഇല്ലാണ്ടാവും. ഞാനിത് കുട്ടികളോട് തമാശയ്ക്ക് പറയും, ഇന്ന് നിങ്ങൾ കാണുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ നാളെ ഒരു സൂക്കേട് വന്നാൽ മാറാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വളരെ വലിയ പ്രശ്നമാണ്. ഒരു കുട്ടി പറയുകയാണ്, എനിക്കിന്ന് iPhone 16 തന്നില്ല, എനിക്ക് അത് കിട്ടിയില്ല, എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയില്ല, എന്നെ പാർട്ടിക്ക് വിട്ടില്ല. നാളെ ഒരു ചെറിയൊരു സൂക്കേട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പോയി. പിന്നെ ആ സൂക്കേടിൻ്റെ പുറകിലാണ്. അത് മാരകമായ സൂക്കേടുകളാണ്. ഡോക്ടറൊക്കെ കാണുന്ന പോലത്തെ സൂക്കേടുകൾ വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാർ ആകെ അങ്ങ് മാറുകയാണ്. ഈ ക്യാൻസർ എന്നൊക്കെ പറയുന്ന സൂക്കേടുകൾ, ഇത് ഭയാനകമായ സൂക്കേടെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ മനുഷ്യനെന്ന് പറയുന്നത്. നമ്മുടെ ഫോക്കസാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ പാട്ട് പാടുന്നതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡൈവേർഷൻ. ആ മനസ്സിനെ നമ്മൾ പ്യുവർ സെൻസിലേക്ക് കൊണ്ടുപോകാനാണ്. ഞാനത് എപ്പോഴും പറയുന്നത് പോലെ, ദീസ് ആർ ദ ഫൈനർ തിങ്സ് ഓഫ് ലൈഫ്, ദീസ് ആർ ദ ഫൈനസ്റ്റ് മോമെൻറ്റ്സ് ഓഫ് യുവർ ബീയിങ്. ഇതാണ് നമ്മളെ റിലീസ് ചെയ്യുന്നതും. ഇതുകൊണ്ടാണ് നമ്മൾ കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഇത്രയധികം ഇൻവോൾവ് ആവുന്നത്. ഇങ്ങനെ പറഞ്ഞു പോയാൽ കുറേ പറയാനുണ്ടാവും. പക്ഷേ കുട്ടികളിരിക്കുന്നതുകൊണ്ട് I want to tell them something, and this is something which the parents or the teachers and the elders must now try and drive in. This is something which I say in many of my speeches. This is an old anonymous Chinese saying. It says, be careful of your thoughts. Be careful of your thoughts, because thoughts becomes your words. ശബ്ദം അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ.
Be careful of your words, because words becomes your actions. Be careful of your actions, because actions become your habits. Be careful of your habits, because habits become your character. And be careful of your character, because character defines your destiny. So what you become, നിങ്ങൾ എന്താവും എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ്. നിങ്ങൾ എന്ത് സ്ട്രഗിൾ ചെയ്താലും, നിങ്ങൾ എത്ര പ്രയത്നിച്ചാലും, നിങ്ങൾ എന്ത് ചെയ്താലും, വളഞ്ഞ വഴി എടുത്താലും നേർവഴി എടുത്താലും, അൺലെസ് യു തിങ്ക് വിത്ത് എ പ്യൂരിറ്റി ദാറ്റ് ഗോഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു പ്യൂരിറ്റി ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ എവിടെയും എത്താൻ സാധ്യതയില്ല. പഴയ റോമനാന്ന് തോന്നുന്നു, ഐ മേ ബി റോങ്, റോമൻ ഒരു തിങ്കറാണ് പഴയ ഡെസ്കാർട്ടേസ് എന്ന് പറയുന്നത്. ഡെസ്കാർട്ടേസിന് ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രേസ് ഉണ്ട്. ഹി സെഡ് കോജിറ്റോ എർഗോ സും എന്ന് പറയും. അതായത് ഐ തിങ്ക് ആൻഡ് ദെയർഫോർ ഐ ആം. ബ്യൂട്ടിഫുൾ. അത് വെറും 3 വാക്കുകളിൽ ഞാൻ ഈ സംസാരിക്കുന്ന മണിക്കൂറോളം സംസാരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയാണ്. കോജിറ്റോ എർഗോ സും, ഐ തിങ്ക് ദെയർഫോർ ഐ ആം. വി ആർ വാട്ട് വി തിങ്ക് ആൻഡ് ദിസ് ഈസ് വാട്ട് ഹ്യൂമൻ ബീയിങ് ഇസ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവേണ്ടത് ഹൗ ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഇസ് ടു നറിഷ് that life that you have and to guide it in such a fashion that we get the best out of it. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂമിലുള്ളൊരു കാര്യമല്ല. എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്. ഇറ്റ് സ്റ്റാർട്ട്സ് ദ വേ യു ആർ ബോൺ, ഇറ്റ് എൻഡ്സ് ഓൺലി ദ ഡേ യു ക്വിറ്റ് ദിസ് വേൾഡ്. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ല. ഫോർമൽ എഡ്യൂക്കേഷൻ ഈസ് ഓൺലി എ കമ്പോണൻറ്റ് ഓഫ് ഇറ്റ്. എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് നന്മ ചിന്തിക്കാൻ പഠിപ്പിക്കണം, ചിന്തിക്കാൻ പഠിപ്പിക്കണം. എന്ത് ചിന്തിക്കാനെന്നല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഞാനത് സാനു മാസ്റ്റർ, ഐ ഹോപ്പ് യു നോ ഹിം. സാനു മാസ്റ്റർ ഇപ്പോൾ റീസെൻ്റ്ലി മരിച്ചുപോയി. അപ്പോൾ സാനു മാസ്റ്ററിൻ്റെ കമംറേഷൻ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഹീ ഈസ് എൻ ഐഡിയൽ ടീച്ചർ. ബിക്കോസ് സാനു മാസ്റ്റർ, ഹീ നെവർ ടോൾഡ് അസ് വാട്ട് ടു തിങ്ക്, ഹീ ടോൾഡ് അസ് ടു തിങ്ക് ക്ലിയർലി, ടു തിങ്ക് വെൽ. അതാണ് ജീവിതം, ചിന്തയാണ് ജീവിതം. വിത്തൗട്ട് തോട്ട്സ് ദർ ഇസ് നോ ലൈഫ്, ആബ്സല്യൂട്ട്ലി നത്തിങ് അറ്റ് ഓൾ. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ വിട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതം ഉണ്ടാവില്ല. ഇറ്റ് ബിക്കംസ് എ വെരി ഇറ്റ്സ് എ കൊമറ്റോ സ്റ്റേജിലേക്ക് പോകും. സോ ഇമാജിൻ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദാറ്റ് സോൾ ഇസ്. സോൾ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ കോൺഷ്യൻസ്. നിങ്ങളുടെ കോൺഷ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിൻ അല്ല, നിങ്ങളുടെ ഹാർട്ടല്ല, ഒന്നുമല്ല. ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് പെർമിയേറ്റ്സ് ഓൾ ദിസ്. അത് നമുക്ക് ടാപ്പ് ചെയ്യാൻ സാധിച്ചാൽ യങ് ഏജിൽ നമുക്ക് കുട്ടികളെ, അടുത്ത ജനറേഷൻ കുട്ടികൾക്ക് നന്മ പറഞ്ഞു കൊടുത്ത് മേക്ക് ദം ലിവ് ഫോർ അനദർ, നോട്ട് ഫോർ ദെംസെൽസ്. ദ വെസ്റ്റേൺ കൾച്ചേഴ്സ് ഈ ഇൻഡിവിജ്വലിസവും ലിവിങ് ഫോർ വൺസെൽഫ് എന്നുള്ള ആ പ്രിൻസിപ്പിൾസ് എത്രയോ കാലം, അല്ലെങ്കിൽ ആ ഒരു ലൈഫ്, വേ ഓഫ് ലൈഫ് എത്രയോ കാലം അവർ പരീക്ഷിച്ചതാണ്. അവർക്ക് മതിയായി. ദേ വർ ഓൾ മീറ്റിംഗ് സൈക്കാട്രിസ്റ്റ് ആൻഡ് ഷ്രിങ്ക്സ് എന്ന് അവർ വിളിക്കുന്നത്. രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്ത് ഷ്രിങ്കിനെ കാണും, വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഷ്രിങ്കിനെ കാണും, എന്നിട്ട് വീട്ടിൽ പോകുള്ളൂ. അങ്ങനത്തെ ഒരു കാലം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പറയാനോ അവർക്ക് എന്താ പറയുക, ടു ഓപ്പൺ ദെയർ മൈൻഡ്, ദേ ഹാഡ് നോ ബഡി. നമ്മുടെ ഒരു ഈഥോസ് അങ്ങനെ ആയിരുന്നില്ല. വി ലിവ്ഡ് ഇൻ ലാർജർ ഫാമിലീസ്. ഫോർ അസ് വസുദേവക കുടുംബകമാണ്, ദ ഹോൾ വേൾഡ് ഇസ് അവേഴ്സ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഈഥോസ് ആയിരുന്നു. വി ആർ ലൂസിങ് ഇറ്റ്. ഇത് വർത്തമാനം മാത്രമേ ഉള്ളൂ, ഇപ്പം ഇല്ല. വി ആർ ലൂസിങ് ഇറ്റ്. നമ്മുടെ നെക്സ്റ്റ് ഡോർ നെയ്ബറിനെ ആർക്കെങ്കിലും അറിയുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. വി ഡോണ്ട് മീറ്റ് ഈച്ച് അതർ, വി ഡോണ്ട് ഗോ ടു ഈച്ച് അതർ, വി ഡോണ്ട് ടോക്ക് ടു ഈച്ച് അതർ. കോവിഡ് വന്നപ്പോൾ മനുഷ്യൻ്റെ ശത്രുവായി മാറി. വി തോട്ട് വി വിൽ ഗെറ്റ് ബെറ്റർ കോവിഡ് കഴിയുമ്പോൾ. എവിടെ? കോവിഡ് കഴിഞ്ഞു, നമ്മൾ പഴയതിനേക്കാളും വഷളായി. സോ വി ഹാവ് ടു നൗ ചേഞ്ച്. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോരുത്തർ തുടങ്ങണം. നമ്മളെന്താ വിചാരിക്കുന്നത്? ഞാൻ മാറിയാൽ ലോകം മാറും. ഇപ്പം നമ്മളെന്താ ചിന്തിക്കുന്നത്? ലോകം മാറട്ടെ, അപ്പം ഞാൻ മാറാം. വി ഹാവ് ടു ചേഞ്ച് ദ പെർസ്പെക്റ്റീവ്. നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് ആ പെർസ്പെക്റ്റീവ് ഒന്ന് മാറ്റി നോക്കണം. ഇഫ് യു ആർ ഏബിൾ ടു ഡു ദാറ്റ്, ദർ വിൽ ബി എ ലോട്ട് ഓഫ് ചേഞ്ച്. ഞാനത് പറയാൻ കാരണം ആസ് എൻ എക്സ്പീരിയൻസ് ഓൺ ദി ബെഞ്ച്. 9 കൊല്ലമായിട്ട് ഞാൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനിലിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വെച്ചത് മറന്നുപോയി പറഞ്ഞു വയ്ക്കാൻ. വി ടാപ്പ് ദാറ്റ് ഗുഡ് കോൺഷ്യൻസ് ഓഫ് പീപ്പിൾ. അത് കിട്ടുകയാണെങ്കിൽ ആ കേസ് തീരും. കേസ് തീർന്നാൽ രണ്ടുപേരും ചിരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. ബോത്ത് ഓഫ് ദം ലൂസ് ദാറ്റ് ബിറ്റർനെസ്. അവർക്ക് സന്തോഷം വരും. അല്ലെങ്കിൽ സന്തോഷമില്ലാത്തൊരു ജീവിതത്തിലേക്ക് അവരെ തള്ളിവിടേണ്ടി വരും. നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ്. നമ്മൾ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റൊരാളെ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യും? നമ്മുടെ ഒരു വാക്ക്, ഹൗ ഡസ് ഇറ്റ് എഫക്റ്റ് അനദർ? വാട്ട് വി ഡു, ഹൗ ഡസ് ഇറ്റ് എഫക്റ്റ് അനദർ? നമ്മൾ ആലോചിക്കുന്നേ ഇല്ല. നമ്മൾ ചിലപ്പോൾ ഒരാളെ റോട്ടിൽ വെച്ച് കാണുമ്പോൾ നമ്മുടെ തിരക്കുകൊണ്ടായിരിക്കാം, വി മെ നോട്ട് സ്മൈൽ. ആ മനുഷ്യനെ പക്ഷേ അത് കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത്? ഐ എം പോസിബിളി ഹി ഡസൻറ്റ്, അയാളുടെ ആരഗൻസ് ആണോ, അയാൾ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല, മേ ബി ഐ എം ടു സ്മോൾ ഫോർ ഇറ്റ്. അപ്പോൾ ദിസ് ഇസ് ഹൗ ഹ്യൂമൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് നമ്മൾ ഫോർജ് ചെയ്ത് പോകുന്നത്.
സോ ദാറ്റ്സ് ആ പെർസ്പെക്റ്റീവ് നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ജസ്റ്റ് സ്മൈൽ. ഞാൻ സാറിന് അറിയുമെന്നറിയില്ല, ഞാൻ ഈ ട്രയൽ കോർട്ടിലെ ജഡ്ജസിനോട് എപ്പോഴും പറയും, അവരാണ് ശരിക്കും ഫസ്റ്റ് ലൈനിൽ അവർ ഈ ട്രയലും ഈ എവിഡൻസ് എടുക്കലും ബഹളമൊക്കെ അവർ കാണും. ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ എപ്പലറ്റ് സ്റ്റേജാണ്. അപ്പോൾ ഞാൻ പറയും ജഡ്ജസിനോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ജസ്റ്റ് സ്മൈൽ. ഒരു വല്ലാത്ത ഫ്രിക്ഷൻ വരുന്ന സമയത്ത് വരുമ്പോൾ ജസ്റ്റ് ഹോൾഡ് ബാക്ക്, ജസ്റ്റ് സ്മൈൽ. ഒറ്റ ചിരിയാണ് ഏറ്റവും അൺനർവിങ് ആയിട്ടുള്ള, ഏറ്റവും ഡിസാർമിങ് ആയിട്ടുള്ള ഒരു വെപ്പൺ എന്ന് പറയുന്നത്. അത് എല്ലാ ഹ്യൂമൻ ബീങ്സിനുള്ളതാണ്. ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ ഒരു വണ്ടി നമ്മൾ തട്ടാൻ പോയി, അവൻ ചാടി ഇറങ്ങി 2 ചീത്ത പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ പോയി സോറി ചേട്ടാ ചിരിച്ചു കഴിഞ്ഞാൽ അവിടെ തീരും അത്. ഈ വിൽ സിംപ്ലി വാക്ക് ബാക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മനുഷ്യനെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. അയാൾ വരുന്നു, നമ്മളും പോകുന്നു, ഒപ്പോസ് ചെയ്യുന്നു, ബഹളം ഉണ്ടാക്കുന്നു, അടിപിടി കൂടുന്നു, എന്നിട്ട് 10 കൊല്ലം കേസ്. അവിടെ വർത്തമാനം പറഞ്ഞ് തീർത്ത് ചിരിച്ചു പോകേണ്ട ഒരു കാര്യത്തിന് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്നതിന് പകരം 10 കൊല്ലം കേസ്, വക്കീലന്മാരൊക്കെ ആയിട്ട് കേസ്. അപ്പോൾ ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് വൈ ഐ സെഡ് വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഡീപ്ലി പേഴ്സണൽ കൈൻഡ് ഓഫ് എ എക്സ്പീരിയൻസ്. നമ്മൾ ഓരോരുത്തരും ആ ലൈഫിനാണ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവറിത്തിങ് ദാറ്റ് യു സീ, ഇൻക്ലൂഡിങ് ദ moments that you pass through. When I stand here and I am blessed to talk to you, everything is ordained. This is what is meant to be, and therefore this is life. Life is what is meant to be. നമുക്ക് ഉള്ള ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ വിശ്വസിക്കാതെ, അവർ ലൈഫ് ഈസ് മെൻറ്റ് ഫോർ എ ലാർജർ പേർപ്പസ് എന്ന് മനസ്സിലാക്കിയാൽ, വി ആർ ഓൾ നേഷൻ ബിൽഡേഴ്സ് എന്ന് മനസ്സിലാക്കിയാൽ, ട്രിവിയൽ കാര്യങ്ങൾക്ക് നമ്മൾ സമയം കളയുന്നതും ട്രിവിയലിസത്തിന് പിന്നിൽ ഓടുന്നതും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള നമ്മുടെ ആ ഒരു വല്ലാത്ത ക്യൂരിയോസിറ്റി ഇതൊക്കെ മാറും. ബിക്കോസ് വി അണ്ടർസ്റ്റാൻഡ് വാട്ട് എവർ ഹാപ്പൻസ് ഇൻ സംബഡി എൽസസ് ലൈഫ് ഈസ് ഓൾസോ മൈ ലൈഫ് എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. പലപ്പോഴും നമ്മൾ പല കൾച്ചേഴ്സിലും കാണും, നമ്മൾ അറിയാതെ ഒരാളെ അറിയാതെ ചവിട്ടിപ്പോയാൽ നമ്മൾ തൊട്ടിങ്ങനെ കാണിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ആ മനുഷ്യനിലുള്ള ഡിവിനിറ്റീനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്, വേറൊന്നുമല്ല. അത് എൻ്റെ ഉള്ളിലുള്ള അതേ ഡിവിനിറ്റി വേറൊരാൾക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിന് അറിയാതെ പോലും ഞാൻ ചവിട്ടിപ്പോയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഐ എം സോറി, ഐ എം ഗിവിങ് ദാറ്റ് ടു ദ സോൾ. ആ ഈശ്വരൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്കാണ്. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് ഈവൻ ഫോർ എൻ അഗ്നോസ്റ്റിക് ഈശ്വരനുണ്ട്, ഏത്യസ്റ്റിനും ഈശ്വരനുണ്ട്. ഈശ്വരൻ ഇല്ലാന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്കുമുണ്ട്, ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കുമുണ്ട്. ഈശ്വരൻ എന്ന് പറയുന്നത് ലൈഫ് തന്നെയാണ്. ഈശ്വരൻ ഈസ് നോട്ട് സംതിങ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ്, ഒരു പെർട്ടിക്കുലർ ചട്ടക്കൂടിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാവണമെന്നില്ല. God is within you. God is their experience. Everything that you experience determines what you നിങ്ങൾ എങ്ങനെ നിങ്ങൾ ഈശ്വരനായിട്ട് കാണുന്നു എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യും. ഇത് സംസാരിച്ച് ഞാൻ പറഞ്ഞല്ലോ, കുറേ സമയം സംസാരിക്കാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഇസ് പ്യുവർ സിമ്പിൾ ലോജിക്കാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു പ്രഭാഷണം നടത്തുകയല്ല, കാരണം ഇവരുടെ മുമ്പിൽ പ്രഭാഷണം നടത്താൻ ഞാൻ ഒട്ടും തന്നെ ഡിസേർവിംഗ് അല്ല. പക്ഷേ ദിസ് ഇസ് വാട്ട് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വയ്ക്കാം. യു ആർ ഓൾ വെരി കൈൻഡ് ടു മീ. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. I'll tell you one thing, we have done nothing extraordinary. നമ്മൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറയുന്നു, ഭരണഘടന നമ്മളോട് എന്ത് ചെയ്യാൻ പറയുന്നു, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. We have done nothing more. Our constitution requires you to act, we act, അത്രയേ ഉള്ളൂ. ആക്ട് ചെയ്യാത്തത് ക്രൈമാണ്. ആക്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ മേന്മയൊന്നുമില്ല. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, ദാറ്റ് ഓബ്ലിഗേഷനാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. നമ്മൾ അടുത്ത ജനറേഷനെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദർ ഇസ് നത്തിങ് കോൾഡ് പവർ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മൾ ചില ആൾക്കാരെ സർ എന്ന് വിളിച്ച് ഭവ്യതയിലും പവറിന്, ദർ ഇസ് നത്തിങ് കോൾഡ് പവർ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ ഭരണഘടനയിൽ യു ആർ ഈക്വൽ. എവ്രി വൺ ഓഫ് us ആർ ഈക്വൽ. യു ആർ ആസ് സ്ട്രോങ് ആസ് ഐ ആം, ബിക്കോസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗിവ്സ് യു ദ സെയിം പവർ. സോ വൈ ഡു യു തിങ്ക് ദാറ്റ് സംബഡി എൽസ് ഇസ് ബിഗർ? വൈ ഡു യു തിങ്ക് ദാറ്റ് എ ജഡ്ജ് ഇസ് ബിഗർ ദാൻ ദി അതർ? No, it is not. It is just that I have some responsibilities which are possibly on a graver scale. അതിനെ gravamen കുറച്ച് കൂടുതലായിരിക്കും. That is all. So we have responsibility. Everything that we do is responsibility. There is no power. We have no business to take up the life of another and try and meddle with it. We have no business, because we have only responsibility. We have no power. Live for another, then you will see. ഒരാളെ നോക്കി ചിരിച്ചു നോക്കൂ, നിങ്ങൾക്ക് അന്നത്തെ ദിവസം നന്നാവും. ഒരാളെ നോക്കി നിങ്ങൾ യു ബാർക്കറ്റും ചീത്ത പറഞ്ഞു നോക്കൂ, അന്നത്തെ ദിവസം പോക്കാണ്, അല്ലേ? ശ്രമിച്ചു നോക്കൂ. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. ദിസ് ഇസ് സയൻറ്റിഫിക്കലി പ്രൂവൺ. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു റിമാർക്കബിൾ ഫിനോമിനനാണ്. നമുക്ക് സങ്കടം വരുന്നൊരു സമയത്ത്, നമുക്ക് വിഷമം വരുന്നൊരു സമയത്ത്, ഇത് ശ്രമിച്ചോളൂ, ഇപ്പം ചെയ്യണ്ട. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും റൂമിൽ സ്റ്റാർട്ട് ഗ്രിന്നിങ്, വെറുതെ ചിരിക്കുന്ന പോലെ കാണിച്ചു നോക്കൂ. യുവർ ബ്രെയിൻ വിൽ സ്റ്റാർട്ട് റിലീസിങ് എൻഡോർഫിൻസ്. ഞാൻ ഡോക്ടറിന് മുമ്പിൽ തന്നെ സംസാരിക്കുന്നത്, അറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. യു വിൽ സ്റ്റാർട്ട് ഫീലിംഗ് ബെറ്റർ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞുതരും. ഐ ഹവ് ഗോട്ട് ദാറ്റ് എക്സ്പീരിയൻസ്. നമുക്ക് വളരെ വിഷമമുള്ള സമയത്ത് ഒട്ടും തന്നെ ചിരി വരുന്നില്ലെങ്കിലും വെറുതെ ചിരിക്കുന്ന പോലെ കാണിക്കുക. യുവർ ബ്രെയിൻ വിൽ സ്റ്റാർട്ട് മേക്കിംഗ് യു ഫീൽ ബെറ്റർ. ഇതാണ് ഈശ്വരൻ, ഇതാണ് ലൈഫ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഓൾ ദാറ്റ് ഇസ് ലൈഫ്. നമ്മൾ വലിയൊരു സംഭവമാണെന്നും നമ്മളാണ് ഈ ലോകം കയ്യിലിട്ടിങ്ങനെ കറക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ.
നമ്മളൊന്നും അല്ലെന്നും നമ്മൾ വി ആർ പാർട്ട് ഓഫ് എ ലാർജ് കോസ്മോസ്, വി ആർ എ സ്പെക്ക്. ലോകം തന്നെ യൂണിവേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഒരു 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 ഡസ്റ്റിൻ്റെ സൈസില്ല ഈ ലോകം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഏതോ ഭാഗത്ത് കേരളത്തിനെ പോലത്തെ അത് എങ്ങനെ ഡിഫൈൻ എന്ന് പറയാത്ത ഒരാളാണ് നമ്മൾ. വി ആർ നത്തിങ്. ആൻഡ് വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ നത്തിങ് ബട്ട് വി ആർ പാർട്ട് ഓഫ് ദ ഗ്രേറ്റർ കോസ്മോസ്, എവറിത്തിങ് വിൽ ഫോൾ ഇൻ ടു പ്ലേസ്. ഇത് പറയാൻ എളുപ്പമാണ്, സിംപ്ലിസിറ്റിക് ആണെന്ന് എനിക്കറിയാം, ഓവർ സിംപ്ലിസിറ്റിക് ആണ്. ബട്ട് ഇറ്റ് മേ നോട്ട് ബി വെരി ഈസി ടു മേക്ക് ഇറ്റ്. അത് പ്രാവർത്തികമാക്കാൻ അത്ര ഈസി ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് വി ഹാവ് ടു സ്പീക്ക്, കണ്ടിന്യൂ ടു സ്പീക്ക്. പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എനിക്ക് പ്രഭാഷണമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, ബട്ട് ദിസ് ഇസ് മൈ എക്സ്പീരിയൻസ്, ദിസ് ഇസ് വാട്ട് ഐ ബിലീവ് ഈസ് ലൈഫ്. വളരെ സിംപ്ലിസ്റ്റിക് ആണെന്ന് എനിക്കറിയാം ഇവിടെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, നിങ്ങൾ ദൂരെ പോയി സെർച്ച് ചെയ്യേണ്ട. പ്ലീസ് സെർച്ച് വിതിൻ യു. നിങ്ങളുടെ തൊട്ടടുത്ത്, നിങ്ങളുടെ വീടിനുള്ളിൽ, നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് യു വിൽ ഫൈൻഡ് പീപ്പിൾ ഹു റിക്വയർ ദ ഗോഡ്സ് ടച്ച്. ആ ഗോഡ്സ് ടച്ച് മിക്കവാറും നമ്മളിലൂടെ, നമ്മളായിരിക്കും നിമിത്തം. ഇറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ നിങ്ങൾ ദൂരെ പോയി എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു കുഗ്രാമത്തിൽ പോയി നമ്മൾ മിസറി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. മിസറി ഈസ് ഓൾ അറൗണ്ട് യു. ദാറ്റ് മിസറി ഈസ് ബിക്കോസ് വി ആർ നോട്ട് കീപ്പിംഗ് അവർ ഐസ് ആൻഡ് ഇയേഴ്സ് ഓപ്പൺ. This is life, and I hope you will pardon me for speaking like this in the presence of so many enlightened minds. It is actually ഇവരൊക്കെ പറഞ്ഞത് കേട്ടിട്ടൊക്കെ ഞാൻ വളർന്നിരിക്കുന്നത്. കുറേ ഞാൻ സംസാരിച്ചത് എൻ്റെ പേരൻസ് പറഞ്ഞ കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. എൻ്റെ ഗ്രാൻഡ് പേരൻസ് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. അവരുടെ ഒരു മാസ്മരിക വലയത്തിൽ ഞങ്ങൾ നിന്നുകൊണ്ടായിരിക്കാം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതർവൈസ് വി ആർ നത്തിങ്. സോ ഐ ഹോപ്പ് ദാറ്റ് വി വിൽ ബി ഏബിൾ ടു ടേക്ക് അവർ ചിൽഡ്രൻ ത്രൂ. ദിസ് ഇസ് ദി generation I am looking at. You are the next generation. You are the future. You are the most powerful. You should be what you want to be. All right? Never have any ceiling to your dreams. Dream what you want to be. Live for another. A life that is lived for another is truly a life worth lived. Thank you so much.